പാരഡോക്സ് ഇറ്റ് ഈസ് എക്സാക്ട്ലി സെൽഫ് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പാരഡോക്സ് എന്ന് പറയുന്നത് അതൊരു വൈരുദ്ധ്യമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒരു വൈരുദ്ധ്യമാണ്. സെൽഫ് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ് വൈരുദ്ധ്യമാണ്. ദ അണ്ടർലൈൻ മീനിങ് ഇസ് റിവീൽഡ് ഓൺലി ബൈ കെയർഫുൾ സ്ക്രൂട്ടണി. അപ്പോൾ അതിൻ്റെ മീനിങ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ റിവീൽ ആവുന്നത് എപ്പോഴാണ്? അതിൻ്റെ അണ്ടർലൈൻ മീനിങ് ഒരുപാട് മീനിങ് അതിനകത്ത് ഇങ്ങനെ ലൈ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു സാധനം വായിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല, അതിനകത്ത് കുറേ അണ്ടർലൈൻ മീനിങ്സ് ഉണ്ട്. അത് റിവീൽ ചെയ്യുന്നത് ഓൺലി ബൈ കെയർഫുൾ സ്ക്രൂട്ടണി. നമ്മളത് നല്ല രീതിയിൽ അതിനെ സ്ക്രൂട്ടണൈസ് ചെയ്താൽ മാത്രമേ പറ്റൂ. നമ്മുടെ എക്സാം ഷീറ്റുകൾ സ്ക്രൂട്ടണി ചെയ്യണം. അപ്പോൾ സ്ക്രൂട്ടണിക്ക് വിടുന്ന എന്തിനാണ്? റീവാലുവേഷൻ ആൻഡ് സ്ക്രൂട്ടണി ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് ആഴത്തിൽ നമുക്ക് തന്നെ നോക്കി എന്ത് ചെയ്യാൻ പറ്റും? പരിശോധിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു പരിശോധന, ഒരു നല്ലൊരു ഒബ്സർവേഷൻ എവിടെ ആവശ്യമാണ്? പാരഡോക്സിൽ ആവശ്യമാണ്. അപ്പോൾ പാരഡോക്സിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈസ് ടു അറസ്റ്റ് അറ്റൻഷൻ. ഒരാളുടെ അറ്റൻഷൻ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ പിടിച്ചിരുത്തുക. ആൻഡ് പ്രൊവോക്ക് ഫ്രഷ് തോട്ട്. പുതിയ തോട്ടുകൾ പുതിയ ചിന്തകൾ അവനിൽ ഉണ്ടാക്കുക. അപ്പോൾ ഒരാളുടെ അറ്റൻഷൻ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുക, എന്നിട്ട് പ്രൊവോക്ക് ഫ്രഷ് തോട്ട്. സോ ഫ്രാൻസിസ് ബേക്കൺ സെയിങ് ദ മോസ്റ്റ് കറക്റ്റഡ് കോപ്പീസ് ആർ കോമൺലി ദ ലീസ്റ്റ് കറക്റ്റ്. ഇപ്പോൾ ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത് മോസ്റ്റ് കറക്റ്റഡ് കോപ്പീസ്, ഏറ്റവും കൂടുതൽ കറക്റ്റഡ് ആയിട്ടുള്ള കോപ്പീസ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ലീസ്റ്റ് കറക്റ്റ്. അപ്പോൾ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു, ദ മോസ്റ്റ് കറക്റ്റഡ് കോപ്പീസ്, ഒരുപാട് വട്ടം ഒരു കോപ്പി കറക്റ്റ് ചെയ്യും. ഒരുപാട് വട്ടം കറക്റ്റ് ചെയ്യുന്ന കോപ്പികളാണ് ഏറ്റവും ലീസ്റ്റ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്യേണ്ട അവസ്ഥ എപ്പോഴാണ് വരുന്നത്? തെറ്റുകൾ വരുമ്പോഴാണല്ലോ ഒരുപാട് കറക്ഷൻ വേണ്ടി വരുന്നത്. അപ്പം ദ മോസ്റ്റ് കറക്റ്റഡ് കോപ്പീസ് ആർ ദ ലീസ്റ്റ് കറക്റ്റ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു മീനിങ് ആണ് തരുന്നത്. ചിലപ്പോൾ ഇതിന് വേറെ കുറേ അണ്ടർലൈൻ മീനിങ്സ് കാണും, മനസ്സിലായി? കാരണം ഇതിപ്പോൾ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് തോന്നിയതാണ്. ചിലപ്പോൾ ഇതിൽ കുറേ അണ്ടർലൈൻ മീനിങ്സ് വേറെ കാണും. അപ്പോൾ ഫ്രാൻസിസ് ബേക്കൻ്റെ ഒരു സേയിങ് ആണ്. അതുപോലെ തന്നെ ജോർജ് ഓർവെലിൻ്റെ ഡിസ്റ്റോപ്പിയൻ സറ്റയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി യൂട്ടോപ്പിയൻ സറ്റയർ ആയിട്ടുള്ള ഫേബിളായിട്ടുള്ള ആനിമൽ ഫാം എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്. 1945 പബ്ലിഷ് ചെയ്ത വർക്കാണ് ആനിമൽ ഫാം. അതിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്, ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. എല്ലാ ആനിമൽസും ഈക്വലാണ്, പക്ഷെ ചില ആനിമൽസ് മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ ഈക്വലാണ്. എന്ന് പറയുന്നത് എന്താണ്? ദർ എക്സിസ്റ്റ് എ ഹൈറാർക്കി. അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്, ഇല്ലേ? അപ്പോൾ ഇത് നമ്മളൊരു പൊളിറ്റിക്കൽ അലിഗറിയാണ് ആനിമൽ ഫാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ അണ്ടർലൈൻ മീനിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് സ്ക്രൂട്ടണൈസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റൂ. എല്ലാ ആനിമൽസും ഈക്വലാണ്. ഇപ്പം മനുഷ്യന്മാരുടെ കേസിൽ തന്നെ നമ്മൾ ഓൾ പീപ്പിൾസ് ആർ ഈക്വൽ ബട്ട് സം പീപ്പിൾ ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. അപ്പോൾ ഒരു ഹൈറാർക്കി ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്തൊക്കെ ഒരുപാട് അണ്ടർലൈൻ മീനിങ് ഉണ്ട് പാരഡോക്സിൽ. സോ പാരഡോക്സ് കോൺട്രഡിക്ട്സ് ഓർ അപ്പിയേഴ്സ് ടു ഡിഫൈ ലോജിക്. നമ്മുടെ ലോജിക് എന്ന് പറയുന്ന സാധനത്തിനെ ഇത് ഡിഫൈ ചെയ്യുന്നു, എതിർക്കും. കാരണം നമുക്ക് നേരിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്കൊരു ലോജിക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. കാരണം നമുക്ക് വീണ്ടും റെഫറൻസിനൊക്കെ പോകേണ്ടി വരും ഇത് ചിലതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. സോ ഓഫൻ ലീഡിങ് ടു എ സെൻസ് ഓഫ് പസിൽമെന്റ് ഓർ ഇൻകോൺഗ്രിറ്റി ഓർ ഈവൻ അബ്സേർഡിറ്റി. എന്ന് പറഞ്ഞാൽ ഇത് ഒരു പസിൽമെന്റിലേക്ക് പോവുക. പസിൽമെന്റ് മീൻസ് ഒരു കൺഫ്യൂഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു ഇൻകോൺഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള രീതി അല്ലാതെ. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇതിങ്ങനെ വരികയാണ്, ഒരു പാരഡോക്സ് വരുമ്പോൾ ഇറ്റ് കനോട്ട് ബി ഫൗണ്ട് ഹാർമോണിയസ്. അത് ഒരിക്കലും നമുക്കൊരു ഹാർമോണിയസ് ആയിട്ട് നമുക്കത് അനുഭവപ്പെടുകയില്ല. ഓർ ഈവൻ അബ്സേർഡിറ്റി, അത് പലപ്പോഴും അബ്സേർഡ് ആയിട്ട് തോന്നും, നമുക്കൊരു ഇല്ലോജിക്കലായിട്ട് അതിനൊരു മീനിങ് ഒന്നും കൺവേ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് തോന്നും, ഒരു അബ്സേർഡ് ആയിട്ടുള്ള രീതിയിൽ തോന്നും. സോ പാരഡോക്സസ് ചാലഞ്ച് അവർ അസംഷൻസ്, provoke critical thinking and can reveal deeper truths or insights or perspectives. ഇപ്പോൾ പാരഡോക്സുകൾ നമ്മുടെ ധാരണകളെ തെറ്റിക്കും. നമ്മുടെ കുറേ അസംഷൻസും ഹൈപ്പോത്തിസിസും ഒക്കെ ഉണ്ട്, അതിനെല്ലാത്തിനെയും ചാലഞ്ച് ചെയ്യുന്നു. ക്രിട്ടിക്കൽ തിങ്കിങ് പ്രൊവോക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ക്രിട്ടിക്കലി അതിനെ എന്ത് ചെയ്യാൻ
ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. സാധാരണ വായിച്ച് നമ്മൾ ഇപ്പോൾ ഒരു ലൈൻ വായിക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ് വരും. പക്ഷെ പാരഡോക്സ് ഉള്ള സ്ഥലങ്ങളിൽ സാധാരണ വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. സോ ദെയർ ഒക്കേഴ്സ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്യാൻ റിവീൽ ഡീപ്പർ ട്രൂത്ത്സ് ഓർ ഇൻസൈറ്റ്സ് ഓർ പെർസ്പെക്റ്റീവ്. പക്ഷെ നമ്മൾ അത് ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് റിവീൽ ചെയ്ത് വരുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പർ ആയിട്ടുള്ള ട്രൂത്ത് അല്ലെങ്കിൽ ഇൻസൈറ്റ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്സ് ആയിരിക്കും. സോ ഡീപ്പർ ട്രൂത്ത്സ്, വളരെ ആഴത്തിലുള്ള പല സത്യങ്ങളും നമുക്ക് കിട്ടും. ഇൻസൈറ്റുകൾ, നമുക്ക് ഒരു ഉൾക്കാഴ്ച കിട്ടും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. അപ്പോൾ ഇത് ഈ ആനിമൽ ഫാമിൽ ആ കോട്ട് തന്നെയാണ് ബെസ്റ്റ് എക്സാമ്പിൾ. ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് വി നോ ഹൗ കമ്മ്യൂണിസം ഇൻ റഷ്യ വർക്ക്സ്, എങ്ങനെയാണ് റഷ്യയിൽ കമ്മ്യൂണിസം വന്നത്, അതുപോലെ കമ്മ്യൂണിസത്തിൻ്റെ ആ ഒരു ഹൈറാർക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഓരോ ഈ പിഗ്സ്, അതുപോലെ തന്നെ ആനിമലിൻ്റെ ഫാം, ഒരു ഫാമുണ്ട്, പിഗ്സും ഒക്കെ ഉള്ളൊരു ഫാമാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് അതിലൂടെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യത്തെ ആ റൈറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ സ്റ്റാലിനെ ഏതിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നു? അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ വെറും ആനിമൽസിൽ നിന്നും അല്ലെങ്കിൽ വെറും പിഗ്സിൽ നിന്നും എങ്ങനെയാണ് അതൊരു മനുഷ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, വ്യക്തികളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതിന് നമ്മൾ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അനാലിസിസ് തിങ്കിങ് നടത്തണം. അതിന് പലപ്പോഴും നമുക്ക് റെഫറൻസസിൻ്റെ ഒക്കെ ആവശ്യങ്ങൾ വരും. പാരഡോക്സ് ഇപ്പോൾ പലതരത്തിലുണ്ടൊരു പാരഡോക്സ്. Types of paradoxes. First one is logical paradox. Logical paradox means a self-contradictory statement or argument. ഒരു self-contradictory വൈരുദ്ധ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റോ ആർഗ്യുമെന്റോ ആയിരിക്കാം. സെമാന്റിക് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ മീനിങ്ങിൽ നിന്നും എറൈസ് ചെയ്ത് വരുന്ന പാരഡോക്സ്, മീനിങ് അല്ലെങ്കിൽ ഒരു അംബിഗ്വസ് ലാംഗ്വേജിൽ നിന്നും എറൈസ് ചെയ്ത് വരുന്നതിനെയാണ്. സെമാന്റിക് മീൻസ് വാട്ട് ഈസ് മീനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം മീനിങ്ങിൽ നിന്നും ഡിറൈവ് ചെയ്ത് എറൈസ് ചെയ്ത് വരുന്ന പാരഡോക്സ്, അല്ലെങ്കിൽ അംബിഗ്വസ് ലാംഗ്വേജിൽ നിന്നും എറൈസ് ചെയ്ത് വരുന്ന പാരഡോക്സ്. എപ്പിസ്റ്റമിക് പാരഡോക്സ്, എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റഡി ഓഫ് നോളജ് ആണെന്ന് അറിയാം. സോ പാരഡോക്സ് റിലേറ്റഡ് ടു നോളജ്, ബിലീഫ് ഓർ പെർസെപ്ഷൻ. നോളജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാരഡോക്സ്, ബിലീഫ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാരഡോക്സ്, പെർസെപ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാരഡോക്സ്, ഇതൊക്കെയാണ് എപ്പിസ്റ്റമിക് പാരഡോക്സ് എന്ന് പറയുന്നത്. Ontological paradox, the paradox concerning existence, reality or being. എന്ന് പറയുന്നത് റിയാലിറ്റിയുമായിട്ട് കൺസേൺ ചെയ്തു വരുന്ന പാരഡോക്സ്, അല്ലെങ്കിൽ എക്സിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പാരഡോക്സിനെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ, പാരഡോക്സ് എന്ന് പറഞ്ഞാൽ അസംഷൻസിനെ ചാലഞ്ച് ചെയ്യുക, നമ്മുടെ ധാരണകളെ വെല്ലുവിളിക്കുക, അതല്ലേ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. സോ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുക, ചാലഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോകുക നമ്മളെ. അതുപോലെ തന്നെ കോൺട്രഡിക്ഷൻസ് റിവീൽ ചെയ്ത് ഇതിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് നമുക്ക് റിവീൽ ചെയ്ത് തരുന്നു. അതുപോലെ തന്നെ പുതിയ പേഴ്സ്പെക്റ്റീവ്സിനെ ഇൻസ്പയർ ചെയ്യുന്നു, അപ്പോൾ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു.